പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഖാദിക്ക് അറിവുണ്ടായിരിക്കണം. ഈ വിഷയം ബഹുമാന്യനായ ഹക്കീം അസേരി ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടുവരാം. സമൂഹത്തിന്റെ സാമുദായിക അന്തരീക്ഷം, സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുക, ജനങ്ങളെ മസ്ലഹത്തിൽ നിലനിർത്തുക, വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള വലിയ ഒരു കാര്യം ആണ് ഖാദി എന്ന് പറയുന്നത്. മൻ ജുഇല ഖാദിയൻ ഫഖദ് ദുബിഹ ബിഗൈരി സിക്കീൻ എന്നാണ് അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നത്. ഒരാളെ ഖാദിയാക്കി നിശ്ചയിച്ചാൽ കത്തിയില്ലാതെ അറുത്തു എന്നാണ്. അത്രയും വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഖാദിയുടെ തലയിൽ ഉള്ളത്. അമിത സന്തോഷമുള്ള സമയത്ത് ഖാദി വിധി പറയരുതെന്നാണ്. വലിയ ദുഃഖമുള്ള സമയത്തും വേദനയുള്ള സമയത്തും ഖാദി വിധി പറയരുത്. നല്ല വിശപ്പുള്ള സമയത്ത് വിധി പറയരുത്. കാരണം എന്തെങ്കിലും സ്വാധീനം ഈ വിധിയിൽ വരാൻ പാടില്ല എന്നതാണ്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷേഴ്സ് വരാതെ വളരെ കൃത്യമായി നീതിപൂർവം വിധി പറയുക എന്ന് പറയുന്ന വളരെ ഒരു സങ്കീർണമായ ഒരു സ്ഥാനമാണ് ഖാദിസ്ഥാനം എന്ന് പറയുന്നത്. അതാകണമെങ്കിൽ ഒരു ഫഖീഹായിരിക്കണം, മതപരമായ നല്ല അറിവുണ്ടായിരിക്കണം. നമ്മുടെ കാലഘട്ടത്തിൽ ലഭ്യമാകുന്ന നിലക്കുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും നല്ല ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ ലൈലി തങ്ങളവറുകൾ. ആ നിലക്ക് ദർസ് നടത്തി പരിചയം ഉള്ള, ഫത്വ കൊടുത്ത് പരിചയം ഉള്ള, ദീനിയായ കാര്യങ്ങളിൽ വിധി പറയാൻ കഴിവുള്ള ഒരു പണ്ഡിതനാണ് എന്നത് ഖാദിസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതോടൊപ്പം സയ്യിദ് കൂടി ആയാൽ നല്ലതാണ്. ഖാദിയാകാൻ സയ്യിദാവൽ നിർബന്ധമില്ല, പക്ഷെ സയ്യിദ് കൂടി ആയാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ബഹുമാനപ്പെട്ടവർ ജമലുൽ ലൈലി സാദാത്ത് എന്ന് പറയുന്ന യമനിലെ തെരീമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഫഖീഹുൽ മുഖദ്ദം, നമ്മൾ ഹദ്ദാദ് റാത്തീബ് ഓതുമ്പോൾ ഫാത്തിഹ ഓതുന്ന ഫഖീഹുൽ മുഖദ്ദം അവരുടെ ആ പരമ്പരയിൽ നിന്ന് ജമലുൽ ലൈലി ഖബീല എന്ന് പറയുന്ന മഹത്തായ ഖബീലയുടെ അതിൽ കേരളത്തിലേക്ക് വന്ന വലിയ അറിയപ്പെട്ട സാദാത്ത് കുടുംബമാണ് ജമലുൽ ലൈലി കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട മഹാൻ കൂടിയാണ് ഇന്നത്തെ ഇവിടെ ഖാദിയാകുന്നത് എന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷം ഉണ്ട്. ബഹുമാനപ്പെട്ടവർ ഇത് പറയുമ്പോൾ ആ സദസ്സിൽ ബഹുമാന്യനായ സ്വാദിഖ് അലി തങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരും സാദാത്തുകളൊക്കെ ഉള്ള ഒരു വലിയ സദസ്സാണ്. ബഹുമാന്യനായ ജമലുൽ ലൈലി തങ്ങളെ സ്ഥാനം കൊടുക്കുന്ന, ആ ഒരു സ്ഥാനമേൽക്കുന്ന, ഖാദി സ്ഥാനമേൽക്കുന്ന ആ ഒരു വളരെ സുന്ദരമായ ഒരു സദസ്സാണിത്. ഇതിൽ വളരെ കൃത്യമായിട്ടാണ് ഉസ്താദ് ഹക്കീം അസേരി ഉസ്താദ് ഖാദിക്ക് അറിവുണ്ടായിരിക്കണം, ഖാദി ഫഖീഹായിരിക്കണം, കിതാബൊക്കെ നോക്കി തിരിയുന്ന ആളായിരിക്കണം എന്ന് പറയുന്നത്. ഉസ്താദ് ഇവിടെ ഇത് പറയുമ്പം ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഒരു രാഷ്ട്രീയക്കാരനും ഇത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പറയാണ്, അതല്ലെങ്കിൽ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പറയാണ്. ഇങ്ങനെയൊന്നും പറയാൻ യാതൊരു വകുപ്പുമില്ല. കാരണം ഹക്കീം അസേരി ഉസ്താദോ അതല്ലെങ്കിൽ ഹക്കീം അസേരി ഉസ്താദ് നിലനിൽക്കുന്ന സംഘടനയോ സമസ്തയോ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിമപ്പെട്ടിട്ടില്ല എന്നതാണ് കാരണം. എന്നാൽ ഇതേ വിഷയം തന്നെ, ഒരു മാറ്റവുമില്ല, സെയിം വിഷയം തന്നെ ഉമർ ഫൈസി മുക്കം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? മുക്കം ഉമർ ഫൈസി ഉസ്താദ് പറയുന്നത് കേട്ടുവരാം. ഒരു ഖാദിന്റെ നിയമം എന്താ? മുജ്തഹിദ് ആവണം എന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. ആദ്യം തന്നെ എടുത്തു നോക്കിയാൽ അതിന്റെ ഷുറൂത്തുൽ ഖാദിയിൽ ഒന്നാമത് പറയുന്നത് മുജ്തഹിദ് ആവണം. ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ പറയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആയണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയേണ്ടതൊക്കെയാണ്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഹദീസൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയവർ, നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയവർ, സാധാരണ മൊലിയാറല്ല. ഞാനൊന്നും അതിൽ പെടൂല, ഖാദിയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ അടിസ്ഥാനം അതാണ്. പിന്നെ എന്തെങ്കിലും കിതാബൊക്കെ നോക്കി തിരിയാൻ പറ്റുന്നവർ, അതില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വോട്ടടക്കാം വേണമല്ലോ. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? അയാളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ? അങ്ങനെ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നില്ല. അതാണ് ഇതിന് ഏറ്റവും വലിയ രസം. അങ്ങനെ മൂപ്പരൊക്കെ കിതാബ് ഓതിയ ആളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളെന്ന് ആരും പറയുന്നൊന്നുമില്ല. ഞാൻ വിവരമല്ല, എനിക്ക് കളിയാവണം, ആക്കിക്കൊള്ളി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ടുക? അതിനാക്കാൻ കുറേ ആൾക്കാർ തയ്യാറാണ്, രാഷ്ട്രീയ പേരിലും മറ്റുമൊക്കെ ആയിട്ട്. അതിന് നമ്മളെ കൂടെ നിന്ന് കുറേ ആൾക്കാർ കൂടിക്കൊടുക്കുകയാണ്. ഇതിനൊക്കെ ഒരു മസലി നിയമമൊക്കെ അല്ലേ, അതിര് വിട്ടുകൊണ്ട് പോവുക.
അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്ന് തന്നെ നമുക്ക് പറയണം. പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. മഹല്ലുകളിലും കാദി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പണ്ട് കാദിമാരില്ല, ഇവിടെ ഇപ്പോഴും ഇല്ല കാദിമാര്. അവരുടെ സ്ഥലത്ത് കാദിയാക്കിയാൽ അവിടുത്തെ കാദിയാണ്. ഈ വിവരമില്ലാത്തവനെ കാദിയാക്കിയാലും അവൻ അവിടുത്തെ കാദിയല്ലാവുള്ളൂ. വിവരമില്ലാത്തവനെ കാദിയാക്കി അവൻ അവിടുത്തെ അല്ലാതെ വേറെ കാദിയാവോ? മുക്കം ഉസ്താദ് പറഞ്ഞതും ഇതേ വിഷയമാണ്. മുക്കം ഉസ്താദ് ഇത് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രീയക്കാർ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് കേട്ടുവരാം. ഏറ്റവും വലിയ യോഗ്യത, കാരണം ഖാദി ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ വരുന്ന മതപരമായ വിഷയത്തിലും ബാക്കിയുള്ളതിലും ഒക്കെ ജനങ്ങൾ സ്വീകരിക്കണമല്ലോ. അപ്പോൾ ജനങ്ങൾ സ്നേഹിക്കുകയും ജനങ്ങൾ ആദരിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഏറ്റവും അധികം ഇതിനൊക്കെ യോഗ്യരായിട്ടുള്ളവർ. ആ യോഗ്യത പാണക്കാട് തങ്ങന്മാർക്ക് ധാരാളം ഉണ്ട്, സാദിഖ് അലി തങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ സർവ്വതാ യോഗ്യനാണ്. പിന്നെ സമസ്ത അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ നേരത്തെ എന്നോട് സമസ്ത എന്ന് ചോദിച്ചു, അതൊരാൾ പറഞ്ഞതാണ്, അല്ലാതെ സമസ്ത അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ലൈവാക്കി നിർത്തിക്കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ പറയുന്ന വർത്തമാനങ്ങളാണ്. പാണക്കാട് തങ്ങന്മാരുടെ യോഗ്യത ചോദ്യം ചെയ്യാൻ മാത്രം അവരാരും വളർന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഇല്ല. ജനങ്ങളോട്ട് അംഗീകരിക്കാനും പോണില്ല. സമസ്തക്ക് ഇങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. ഇത് വ്യക്തികളുടെ തീരുമാനം എന്നാണ് മുപ്പര് പറഞ്ഞത്. എന്നാൽ ഇത് വ്യക്തികളുടെ തീരുമാനമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല ഈ പറയുന്നത്. ഇത് മതത്തിൻ്റെ നിയമമാണ്. മതം ഒരു കാളിയാകുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് മതപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അറിവുണ്ടായിരിക്കണ്ടേ? അറിയാതെ എങ്ങനെ സാധിക്കാനാണ്? ഇതേ വിഷയമാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അത് സാദിഖ് അലി തങ്ങളെ ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് ഉമർ ഫൈസി മുക്ക ഉസ്താദിൻ്റെ പേരിൽ വലിയ ജഗപൊക പരിപാടി നടത്തി. അതുകൊണ്ടൊന്നും തീർന്നില്ല. അങ്ങനെ കാലിക്ക് അറിവുണ്ടാവണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുക്കം ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് ഇതേ സമസ്തയിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. പ്രമേയം പാസ്സാക്കി. അതും കൂടെ കേൾക്കാം. ഒരു പ്രമേയം ഇവിടെ തന്നിട്ടുണ്ട്. അനാസർ വയസ്സ് വായിച്ചോളൂ. ഞാൻ വായിച്ചോളൂ. കേരളീയ മുസ്ലിം ഉമ്മത്തിനും പൊതുസമൂഹത്തിനും പതിറ്റാണ്ടുകളായി നേതൃത്വം നൽകുകയും മഹാഭൂരിപക്ഷം മുസ്ലിം സമാജത്തിൻ്റെ മഹല്ല് ജമാഅത്തിൻ്റെ ഖാദി സ്ഥാനം പരമ്പരാഗതമായി വഹിച്ചു വരികയും അതോടൊപ്പം മതേതര സമൂഹത്തിൻ്റെ ശക്തമായ കവചവുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്ന ദുരുദ്ദേശത്തോടെ വിശ്വാസികൾക്കിടയിലും വിശിഷ്യ സമസ്ത പ്രവർത്തകർക്കിടയിലും സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം പരസ്യ പ്രസ്താവന നടത്തിയ മുക്കം ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇദം പര്യന്തമായ ചരിത്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പ്രസ്താവന നടത്തുകയും ചെയ്ത മുക്കം ഉമർ ഫൈസിയെ ബഹുമാനപ്പെട്ട സമസ്ത പുറത്താക്കണമെന്ന് 2024 ഒക്ടോബർ 31 ഇടവണ്ണപ്പാറയിൽ നടന്ന സമസ്ത ഇടവണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നു. അവതാരകൻ KP മുഹമ്മദ് മുസ്ലിയാർ ബാക്കവി മുണ്ടക്കൽ, മഹാനായ ഉസ്താദുകൾ തന്നെയാണ്. അനുവാദകൻ PP അബ്ദുസ്സലാം മൗലവി. അംഗീകരിക്കല്ലേ? നമ്മൾ ചോദിക്കണതിന് മുമ്പ് അവർ തെക്കുവരില്ലേ? ചോദിക്കണേ. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണെന്നറിയോ? ഖാദിക്ക് വിവരം ഉണ്ടാകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ട് മതത്തിൻ്റെ നിയമങ്ങൾ പറയാൻ പാടില്ല. അവർക്ക് കുറച്ചിലുണ്ടാകുമോ എന്നാൽ ആ മതത്തിൻ്റെ നിയമമൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമ്മൾ അടിമപ്പെടേണ്ടതില്ല. നമ്മൾ അടിമപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിലാണ്, അള്ളാഹുവിലാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം എന്ന് മാത്രം പറയുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദീൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ ജീവിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.